എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബഷീറാണ്, ഒറ്റപ്പാലം. കണ്ടില്ലേ, നല്ല റോഡ് സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു വീടാണ് ഈ കൊടുക്കാനുള്ളത് കേട്ടോ. ഈ കാണുന്ന 2 നില വീട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിന് വളരെ അടുത്തായിട്ടാണ് കേട്ടോ. ഈ കാണുന്നത് വാട്ടർ കണക്ഷനാണ് കേട്ടോ. കൂടാതെ ഇതിൽ വെള്ളത്തിന് നല്ല വറ്റാത്തൊരു ഓപ്പൺ കിണറുണ്ട്. വീട് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ വേറൊരു വീട് വേണമെങ്കിലും വെക്കാം നമുക്ക്. 12 സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത്. കണ്ടോ, വെള്ളം നല്ല നാടൻ കിണറാണ്, കരിങ്കല്ല് കൊണ്ട് പടുത്ത കിണറാണ് കേട്ടോ. അതുപോലെ കായ്ക്കുന്ന 3 തെങ്ങുണ്ട്, 12 കവുങ്ങ്, പിന്നെ 3 പ്ലാവുണ്ട് കേട്ടോ ഈ വീട്ടിൽ. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കയറിയ ഭാഗം തന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് കേട്ടോ. അത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. ആ ഗ്രില്ല് കടന്നു കഴിഞ്ഞാൽ നേരെ മെയിൻ ഡോറ് തുറന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാണ്ടല്ലേ നല്ലൊരു മുകളിലേക്കുള്ളൊരു സ്റ്റെയർ കേസ്, നല്ല വലിയൊരു ലിവിങ് ഏരിയ കേട്ടോ. ഷോക്കേസും കാര്യങ്ങളും സെറ്റി എല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വീട് 2000 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ മൊത്തം ഉള്ളത്. ഈ വീട്ടിൽ മൊത്തം 3 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമാണ് ഉള്ളത്. കൂടാതെ പുറത്തൂടെ സ്റ്റെയർ കേസ് വെച്ചിട്ട് പുറത്ത് ഒരു താമസിക്കാൻ സൗകര്യത്തിന് വേണ്ടി വാടകയ്ക്കൊക്കെ കൊടുക്കാനുള്ളൊരു സെറ്റിങ്സ് വേറെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരു ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്, ഷോക്കേസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇത് ആദ്യം കണ്ടതിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഒറ്റപ്പാലം ടൗണിൻ്റെ വളരെ അടുത്താവുകൊണ്ട് ഇവർ മുകളിലേക്കൊക്കെ വാടകയ്ക്കൊക്കെ ഇഷ്ടംപോലെ ആളുകളെ കിട്ടും. അതുകൊണ്ട് മുകളിലൊരു വീട് വേറെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയിൻ ഹൈവേയിലേക്ക് ഈ വീട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ. നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ലിവിങ് ഏരിയയിലേക്ക് എത്തി. അതിൻ്റെ തൊട്ടത് അടുക്കള. ഇവിടെ ഒരു ഡൈനിങ് സെക്ഷനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇത്. അടുക്കളയോട് തൊട്ടിട്ട് തന്നെയാണ് ഇത്. ഇവിടെ അത്യാവശ്യം ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ അടുക്കള കണ്ടില്ലേ. ഇവിടെ പാത്രം കഴുകാനുള്ള ഒരു വലിയ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വീടാട്ടോ. ഇവിടെ ഒരു വാഷ് ബേസിൻ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് അടുക്കള നല്ല വിശാലമായ അടുക്കള കേട്ടോ. അതുപോലെ ഇതിൽ കൊടുത്ത 2 നമ്പറും എൻ്റെ നമ്പർ തന്നെയാണ്. ഒരുപാട് പേര് വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അത് മനഃപൂർവ്വമല്ല, ഒരുപാട് കോളുകൾ വരുന്ന കാരണം വിട്ടുപോകുന്നതാണ്. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇട്ടാൽ മതി, എന്തായാലും റീപ്ലൈ തരുന്നതാണ് കേട്ടോ. ഇത് അടുക്കളയിൽ തന്നെ ഒരു കോമൺ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തേക്കുള്ള കാഴ്ച കിണർ. ഇനി മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ബെഡ്റൂമുള്ള കേട്ടോ. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ള വീടാട്ടോ. കാരണം എന്താ വെച്ചാൽ വീടൊരു 10-15 വർഷത്തിൻ്റെ മേലെ പഴക്കമുണ്ട്. പക്ഷേ നല്ല സ്ട്രോങ് ഉള്ള വീടാണ്. മണലും സ്ട്രീയൊക്കെ കൊണ്ടൊക്കെ കെട്ടിയ നല്ല ബലമുള്ള വീടാട്ടോ. ഇതാണ് ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് തന്നെയാണ്. സ്റ്റോറേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിലെ ബാത്റൂം കേട്ടോ. 12 സെൻറ്റ് സ്ഥലത്ത് ഒരു സൈഡിലേക്കായിട്ടാണ് നമ്മൾ ഈ വീട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ബാക്കി സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഇനി വാടകയ്ക്കൊക്കെ കൊടുക്കാനുള്ള ബിൽഡിങ്ങുകളൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാം. കാരണം ടൗണിന് തൊട്ടല്ലേ, നല്ല വാടകയ്ക്ക് പോകുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. ഇതൊരു ഓപ്പൺ ബാൽക്കണി. മുകളിൽ നിന്ന് റോഡിലേക്കുള്ള വ്യൂ ഒക്കെയാണ് ഇവിടെ ഈ ഭാഗത്താണ് കേട്ടോ. കണ്ടാ, നല്ല ലൊക്കേഷനാണ്. ഇനി മുകളിലെ നിലയിൽ തന്നെ വാടകയ്ക്ക് കൊടുക്കാനുള്ള സെറ്റപ്പ് നമുക്കൊന്ന് കാണാം കേട്ടോ. അതാണ്ടോ, പുറത്തു കൂടെ സ്റ്റെയർ കേസ് വെച്ചിട്ട് മുകളിലൊരു വാടകയ്ക്ക് ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ളൊരു വീടാക്കി മാറ്റിയതാണ് ഇത്. ടൗണിന് തൊട്ടാവുകൊണ്ട് നല്ല വാടകയും കിട്ടും കേട്ടോ. മൊത്തം ഈ 12 സെൻറ്റ് സ്ഥലവും ഈ വീടും എല്ലാ സൗകര്യങ്ങളുള്ള ഈ വീടും ഒക്കെ കൂടെ ഇവർ വില പറയുന്നത് 95 ലക്ഷം രൂപയുള്ളൂ. കാരണം 95 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അധികമല്ല കേട്ടോ. കാരണം എന്താ പറയുക, ടൗണിനോട് വളരെ ചേർന്നിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ സ്ഥലത്തിന് തന്നെ 9 ലക്ഷം 10 ലക്ഷമൊക്കെ അടുത്ത് വിലയുള്ള ഏരിയയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കെട്ടിടങ്ങൾക്കും വീടിനൊന്നും ഒരു വിലയും ഇവർ പറഞ്ഞിട്ടില്ല. സ്ഥലത്തിൻ്റെ വില തന്നെ ആയിട്ടുമില്ല. അത് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഇനി വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാലും മതി. ഒറ്റപ്പാലം ടൗണിലേക്ക് വെറും 500 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇതിങ്ങനെ ഒരു
സ്റ്റെപ്പ് ഇറങ്ങി വന്നാൽ ബാക്കിലിട്ടോ ഈ വീടിൻ്റെ ബാക്കിലൊരു ഓപ്പൺ ടെറസ് അങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ടോയ്ലറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.